സമീപവശങ്ങൾ 12 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വീതമായ ഒരു ചതുരത്തിന്റെ വികർണം പാദമായി വരയ്ക്കുന്ന സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? സമീപവശങ്ങൾ അഡ്ജസന്റ് സൈഡ്സ്, ചതുരം റെക്റ്റാങ്കിൾ, വികർണം ഡയഗണൽ, പാദം ബേസ്, സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ചുറ്റളവ് പെരിമീറ്റർ. അപ്പം നമുക്കൊരു ചതുരം തന്നിട്ടുണ്ട്. ആ ചതുരത്തിൻ്റെ സമീപവശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് തൊട്ടടുത്ത വശങ്ങൾ. ഇപ്പോൾ ചതുരം ABCD ആണെങ്കിൽ ABBC ഇതാണ് സമീപവശങ്ങൾ. അത് എത്രയാണ്? 12ഉം 5ഉം. ഇനി എന്താ പറയണത്? ഈ ചതുരത്തിൻ്റെ വികർണം, അതായത് AC ആണ് വികർണം. ഈ വികർണം പാദമായി വരുന്ന സമഭുജ ത്രികോണം. അപ്പം നമുക്ക് ഏകദേശ ചിത്രം ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ACE ഇതാണ് സമഭുജ ത്രികോണം. ഈ സമഭുജ ത്രികോണത്തിന് ചുറ്റളവാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചതുരത്തിൻ്റെ വികർണം കാണാം. അതായത് ഈ മട്ടത്രികോണാണിത്. ഏത്? ABC മട്ടത്രികോണം. കാരണം അത് 90 ഡിഗ്രി ആണല്ലോ. ഈ മട്ടത്രികോണത്തിൻ്റെ കർണം കാണുക, അതാണ് ചതുരത്തിൻ്റെ വികർണം. അപ്പോൾ നമുക്ക് മട്ടത്രികോണത്തിൻ്റെ കർണം കാണണം. മട്ടത്രികോണത്തിൻ്റെ എങ്ങനെ പാദവും ലംബവും അറിഞ്ഞാൽ കർണം കാണുക? അതായത് പൈത്തഗോറസ് സിദ്ധാന്തപ്രകാരം കർണം കാണാൻ, അതായത് കർണം ഇവിടെ എന്താണ്? AC അല്ലേ? മട്ടത്രികോണത്തിൻ്റെ കർണം AC കാണാൻ എന്താണ് സൂത്രവാക്യം? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. എത്രയൊക്കെയാണ്? 12ഉം 5ഉം. 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ സമം റൂട്ട് ഓഫ് 12 സ്ക്വയർ 12 × 12 144 പ്ലസ് 5 സ്ക്വയർ 5 × 5 25 കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് 169, അതായത് 13 × 13 169 13 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടി? AC, അതായത് മട്ടത്രികോണത്തിൻ്റെ കർണം കിട്ടി. അതേസമയം ഇതെന്താണ്? ചതുരത്തിൻ്റെ വികർണവുമാണ്, അത് കിട്ടി. അത് സമഭുജ ത്രികോണത്തിൻ്റെ എന്താണ്? ഒരു വശമാണ്. സമഭുജ ത്രികോണത്തിൻ്റെ 3 വശം, അതിലത്തെ ഒരു വശമാണ് നമുക്ക് കിട്ടിയത്. എത്ര? 13. സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം കിട്ടിയ സമഭുജ ത്രികോണം എന്താ? 3 ഭുജങ്ങളും തുല്യമാണ്, 3 സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഒരു വശം 13 ആണെങ്കിൽ ഓരോ വശങ്ങളും 13 ആണ്. അപ്പോൾ നമുക്ക് ചുറ്റളവ് കാണാൻ എന്താ ചെയ്യുക? സമഭുജ ത്രികോണത്തിന് ചുറ്റളവ് 3 × ഒരു വശം. പറഞ്ഞാൽ ഒരു സൈഡ്, ഒരു വശം. 3 × ഒരു വശം അല്ലേ? 3 × നമുക്കൊരു വശം കിട്ടി. എത്രയാണ്? 13. ഉത്തരം 39 സെൻറ്റിമീറ്റർ.